ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ പേജ് നമ്പർ 92 9ാം ക്ലാസ്സിലെ അധ്യായമായിട്ടുള്ള 5ാമത്തെ അധ്യായത്തിലെ അടുത്ത ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ത്രികോണ പരപ്പുകൾ, ഏരിയ ഓഫ് ട്രയാങ്കിൾ. നമ്മൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്, ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ഉയരം. അതുപയോഗിച്ചിട്ട് ബേസും പാദും അതുപോലെ തന്നെ ഹൈറ്റും കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പരപ്പളവ് കണ്ടെത്തുക എന്ന് നമുക്കറിയാം. അതുപോലെ ഇനി നമുക്ക് ഒരു സൈഡ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഈക്വൽ ടു സൈഡ് അഥവാ വശം. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സൈഡ് മാത്രമാണ് തരുന്നത് എങ്കിൽ എങ്ങനെയാണ് നമുക്ക് പരപ്പളവ് കണ്ടുപിടിക്കുക? അതുപോലെ ഒരു ട്രയാങ്കിളിൻ്റെ 3 വശങ്ങളാണ് തരുന്നതെങ്കിൽ എ ബി സി, if the length of the sides of triangle are ABC and we take S equal to half into A plus B plus C, then the area of triangle root of S into S minus A into S minus B into S minus C. അതായത് ഒരു സമഭുജ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം എ ബി സി ആയ ത്രികോണത്തിൽ എസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി എന്നെടുത്താൽ പരപ്പളവ് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അതായത് ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളാണ് തരുന്നത് എങ്കിൽ എങ്ങനെയാണ് പരപ്പളവ് കണ്ടുപിടിക്കുക? അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? സൈഡുകൾ 3 തമ്മിൽ കൂട്ടുക, അതിൻ്റെ പകുതി എടുക്കുക. ശേഷം ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ ഇനി ഹൈറ്റ് തന്നിട്ടില്ല എങ്കിൽ ഹൈറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഭാഗത്തിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുള്ള പേജ് നമ്പർ 95 ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്തു പറയാം. അപ്പോൾ ആദ്യം 3 സൈഡുകൾ തരികയാണ്. ക്വസ്റ്റ്യനിൽ എ ഈക്വൽ ടു 8, ബി ഈക്വൽ ടു 7, സി ഈക്വൽ ടു 3 എന്ന് തന്ന് നമ്മളോട് ഏരിയ അഥവാ പരപ്പളവാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ 3 സൈഡുകളാണ് എ ബി സി. ഇവ എന്താണ്? 3 സൈഡുകളാണെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ആ ഇക്വേഷൻ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. എന്തായിരുന്നു ഇക്വേഷൻ? എന്തായിരുന്നു? എസ് ഈക്വൽ ടു ആദ്യം എസ് ഈക്വൽ ടു 1/2 ഇൻറ്റു, അപ്പോൾ ആൻസർ കണ്ടുപിടിക്കാൻ ആദ്യം ഇക്വേഷൻ എസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി എന്ന് എഴുതി. ഈക്വൽ ടു 1/2 ഇൻറ്റു എ എത്രയാണ്? 8 പ്ലസ് 7 പ്ലസ് 3 എന്ന് എടുത്ത് ഇനി 8 പ്ലസ് 7 പ്ലസ് 3 തമ്മിൽ കൂട്ടുക. 10ഉം 7ഉം 3ഉം 11. 7 പ്ലസ് 3 8 ആകുമ്പോൾ 10. 10ഉം 8ഉം 18. 18ൻ്റെ പകുതി 18. 3 തമ്മിൽ കൂട്ടിക്കഴിഞ്ഞ് നമുക്ക് 18 കിട്ടും. 18ൻ്റെ പകുതി എടുക്കുക. 18ൻ്റെ പകുതി എത്രയാണ്? 9. അപ്പോൾ നമുക്ക് എസ് കിട്ടി 9 ആണെന്ന്. ഇനി ഏത് ഇക്വേഷനിലേക്ക് എടുക്കുക? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അപ്പോൾ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇനി ഈ ഇക്വേഷനിൽ എസിൻ്റെ അവിടെ എത്ര കൊടുക്കുക? 9. റൂട്ട് ഓഫ് 9 ഇൻറ്റു ഇവിടെ എസ് എത്രയാണ്? 9 മൈനസ് എ 8. 9 മൈനസ് 8 ഇൻറ്റു 9 മൈനസ് ബി 7. 7 ഇൻറ്റു 9 മൈനസ് 3 ഈക്വൽ ടു റൂട്ട് ഓഫ് 9 ബ്രാക്കറ്റ് ഇട്ടടുത്താൽ എന്താണ്? ഗുണിക്കുക. അപ്പോൾ 9 ഇൻറ്റു 9 8 പോയാൽ 1 ഇൻറ്റു 9 7 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 9 7 പോയി കഴിഞ്ഞാൽ 2 ഇൻറ്റു 9 3 പോയി കഴിഞ്ഞാൽ 6 ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താ ചെയ്യേണ്ടത്? 9 ഇൻറ്റു 1 9 ഇൻറ്റു 2 ഇൻറ്റു 6 2 ഇൻറ്റു 6 12
ഒന്നെങ്കിലും ഗുണിച്ചിട്ട് നിങ്ങൾക്ക് റൂട്ട് കണ്ടുപിടിക്കാം. അല്ല എങ്കിൽ 12 നമുക്ക് എങ്ങനെ എഴുതാം? 12 9 ഇൻറ്റു 4 ഇൻറ്റു 3. 4 ഇൻറ്റു 3 എത്ര? 12. 4 ഇൻറ്റു 3 12. അങ്ങനെയാണ് ഇവിടെ 4 ഇൻറ്റു 3 വന്നത്. ഇനി എന്ത് ചെയ്യുക? 4 ഇൻറ്റു 3 വന്ന് ഈ റൂട്ട് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ റൂട്ട് 9 ഇൻറ്റു റൂട്ട് 4 ഇൻറ്റു റൂട്ട് 3. റൂട്ട് 9 എത്രയാണ്? 3 ഇൻറ്റു റൂട്ട് 4 എത്രയാണ്? 2 ഇൻറ്റു റൂട്ട് 3 അതുപോലെ എഴുതി. 3 ഇൻറ്റു 2 6. 6 റൂട്ട് 3 ആയിരിക്കും വശങ്ങൾ 8 7 3 ആയിട്ടുള്ള ഒരു ത്രികോണത്തിൻ്റെ എന്തെന്ന് പറഞ്ഞാൽ പരപ്പളവ് എന്ന് പറഞ്ഞാൽ. ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 96 വരുന്ന ചോദ്യങ്ങളിലേക്ക് പോകാം. ആ ചോദ്യത്തിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യാം? ചോദ്യം നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം സ്ക്രീനിൽ കാണിച്ചതിന് ശേഷം നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ ആദ്യം ഇംഗ്ലീഷ് മീഡിയം നോക്കാം. ഫോർ ഈച്ച് ഓഫ് ദി ലെങ്ത് ബിലോ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി ഈക്വലേറ്റർ ട്രയാങ്കിൾ with that as the length of the sides. അതായത് മലയാളം മീഡിയം കൂടി കാണിക്കാം. മലയാളം മീഡിയം. ചില സമഭുജ ത്രികോണങ്ങളുടെ ഒരു വശത്തിൻ്റെ നീളം ചുവടെ കൊടുത്തിരിക്കുന്നു. പരപ്പളവ് കണക്കാക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു ത്രികോണത്തിൻ്റെ ഒരു വശം മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ ഏത് ഇക്വേഷനാണ് പറഞ്ഞത്? റൂട്ട് 3/4 മറക്കാതിരിക്കുക. ഒരു വശം തന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഓരോ ത്രികോണത്തിൻ്റെയും ഒരു വശം വീതം എന്ത് ചെയ്ത് നോക്കാം? ചെയ്ത് നോക്കാം. പേജ് നമ്പർ 96. പേജ് നമ്പർ 96 ഒന്നാമത്തെ ചോദ്യമാണ് നമ്മൾ. അതിൽ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്? ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ചെയ്തു തുടങ്ങാം. അപ്പോൾ ആദ്യം നോക്കാം. ആദ്യം എന്താണ്? 10 സെൻറ്റിമീറ്റർ ആണ്. 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ഞാൻ നേരത്തെ പറഞ്ഞത്? റൂട്ട് 3/4 റൂട്ട് 3/4 വെച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ ഇക്വേഷൻ എഴുതാണ്. ഇക്വേഷൻ എന്താണ്? ഏരിയ ഈക്വൽ ടു റൂട്ട് 3/4 റൂട്ട് 3/4 എ എത്രയാണെന്ന് അറിയാം? 10 ആണ് എന്നറിയാം. അപ്പോൾ ഇക്വേഷനിൽ എന്ത് ചെയ്യുക? അവിടെ 10 കൊടുത്താൽ മതി. അപ്പോൾ എ കൊടുത്ത് നോക്കാം. റൂട്ട് 3/4 ഇൻറ്റു 10² ഈക്വൽ ടു റൂട്ട് 3/4 ഇൻറ്റു 10ൻ്റെ സ്ക്വയർ 10 ഇൻറ്റു 10 100 സമം 100 ഹരിക്കണം 4 എത്രയാണ്? 100/4 4 അല്ലേ? 100ന് എങ്ങനെ എഴുതാം? 25 ഇൻറ്റു 4 100. നമുക്ക് റൂട്ട് 3 ഇൻറ്റു 25 എന്ന് വരും. റൂട്ട് 3ൻ്റെ വാല്യൂ നമുക്കറിയാം 1.732 ഈക്വൽ ടു റൂട്ട് 3 ഇൻറ്റു 1.732. ഇവിടെ റൂട്ട് 25 ഇൻറ്റു 1.732 സമം 25 ഇൻറ്റു ഗുണിച്ച് നോക്കാം നമുക്ക് ആദ്യം. അപ്പോൾ 1732 ഗുണിക്കണം 25. 2 ഇൻറ്റു 5 10 1 3 5 15 1 16 6 ബാക്കി 1 7 ഇൻറ്റു 5 2 ഇൻറ്റു 5 10 3 5 5 ബാക്കി 6 1 7 5 35 35ന് 35 1 36ന് 6 ബാക്കി 1 36ന് 6 ബാക്കി 3 ഒരു 5 5 5ഉം 3ഉം 8. ഇനി 2 2 4 2 3 6 2 7 14 1 2 2 1 3 0 10 13 1 8 4 12 13 1 4. അപ്പോൾ നമുക്ക് 43,300 എന്ന് ഉത്തരം കിട്ടി. 3 സ്ഥാനം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? പോയിന്റ് ഇടുക. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. 5 സെൻറ്റിമീറ്റർ. എ ഈക്വൽ ടു റൂട്ട് 3/4 ഇൻറ്റു a² ഈക്വൽ ടു റൂട്ട് 3/4 ഇൻറ്റു 5² 5ൻ്റെ സ്ക്വയർ 25 റൂട്ട് 3/4 ഇൻറ്റു 25 എന്ന് നമുക്ക് ഉത്തരം കിട്ടി.
ഇനി എന്ത് ചെയ്യണം, 25ഉം 4ഉം തമ്മിൽ ഹരിക്കുക, അല്ലെങ്കിൽ പോയിന്റ് ഇട്ടിട്ട് ഗുണിച്ചാലും മതി. ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ തന്നെ ഗുണിക്കുകയാണ്. √3യുടെ വാല്യൂ 1.732 ഇൻറ്റു 25/4 എന്ന് വരും. ഇനി ഈ രണ്ടും തമ്മിൽ ഗുണിക്കുക. നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. രണ്ടും തമ്മിൽ ഗുണിച്ച എത്രയാണ്, 43,300/4. ഇതുവരെ ഓക്കെ ആണെന്ന് വിചാരിക്കണം. ഇതിൻ്റെ ഉത്തരം നമ്മൾ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇത് രണ്ടും തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടി 3 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 43.3/4 എന്ന് ഉത്തരമായി. അപ്പം ഇനി എന്ത് ചെയ്യുക, ഹരിക്കുക. 433 ഹരിക്കണം 4, 1 4 4 0 3. അപ്പം ഇനി എന്ത് ചെയ്യുക, 4 ഗുണ പട്ടികയിൽ 3 ഇല്ല. അപ്പോൾ 0 ചേർത്തിട്ട് ഇവിടെ 3 ആഡ് ചെയ്യുക. നമ്മൾ ഹരിച്ച് കഴിഞ്ഞ് നമുക്ക് 8 4 32, 8 4 32, 3 2 പോയ 1 0 0 2 4 8 10 8 പോയി കഴിഞ്ഞാൽ 2 അങ്ങനെ ഉത്തരം പോവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം, അല്ലെങ്കിൽ അടുത്ത പോയിന്റ് കൂടി ചേർക്കുകയാണെങ്കിൽ ഇവിടെ 0 ഇടും. 5 4 20. അപ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടിയത്, 108.25. ഉത്തരം എഴുതുക. എത്ര സ്ഥാനം കഴിഞ്ഞിട്ട പോയിന്റ്, ഒരു സ്ഥാനം, മൊത്തം എത്ര സ്ഥാനം കഴിഞ്ഞിട്ട്, 3 സ്ഥാനം കഴിഞ്ഞിട്ട്. ഇതിനൊരു സ്ഥാനം വരെ എഴുതിയിട്ടുള്ളൂ. 3 സ്ഥാനം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, പോയിന്റ് ഇടുക. അപ്പോൾ എത്ര വരിക, 108.25 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ഉത്തരം. 108.3 സ്ഥാനമാണ്, തെറ്റിപ്പോയി. ഇവിടെ 10.825 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. 10.825 ആണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10.825 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് 2 ചോദ്യങ്ങൾ. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യത്തിൽ എത്രയാണ് പറയുന്നത്, √3 √3 സെൻറ്റിമീറ്റർ. √3 സെൻറ്റിമീറ്റർ ആണ് അടുത്ത ചോദ്യം. അപ്പോൾ നമുക്ക് ചെയ്യാം. A = √3/4 A². A എത്രയാണ്, √3. അപ്പോൾ √3/4 ഇൻറ്റു √3² √3 ഇൻറ്റു √3 എത്രയാണ്, 3. അപ്പോൾ √3/4 ഇൻറ്റു 3 എന്ന് വരും. ഈ √3ൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. √3ൻ്റെ വാല്യൂ എത്രയാണ് പഠിച്ചത്, 1.732 ഇൻറ്റു 3/4 നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ചെയ്യാനുള്ളത്. രണ്ടും തമ്മിൽ ഗുണിച്ചതിന് ശേഷം എത്രയായിട്ട് ഹരിക്കുക, 4 ഹരിക്കുക. ഞാൻ ഇവിടെ ഹരിച്ച് ചെയ്ത് നോക്കാം. ഗുണിക്കുമ്പോൾ 1 7 3 2 ഗുണിക്കണം 3, 2 3 6 3 3 9 7 3 21 1 ബാക്കി 2 1 2 5. ഇനി എന്ത് ചെയ്യുക, ഈ ഉത്തരത്തിനെ 4 ഹരിക്കണം. അപ്പോൾ 5 1 9 6 ഹരിക്കണം 4, 1 4 4 5 4 പോയ 1, ഈ 1 ഇറക്കിയിട്ട് 2 4 8 11 11 3 9 4 4 16 8 4 32 9 4 36 9 4 36. ഇനി 9 5 6 പോയി കഴിഞ്ഞാൽ ബാക്കി 3 6 36 കറക്റ്റ് പോകുന്നുണ്ട്. എത്രയിലാണ് പോണത്, 9 9 4 36 9 4 36. നിങ്ങൾ കറക്റ്റ് എന്ത് ചെയ്യണം, അടിക്കുക. ഞാൻ വേഗം സ്പീഡിൽ ചെയ്തതാണ്. നമുക്ക് ഉത്തരം എത്ര വരിക, 1299. 3 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട്. അപ്പോൾ എത്ര വരിക, 1.299 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് പേജ് നമ്പർ 96 ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് വായിക്കാം. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ വിത്ത് ലെങ്ത് ഓഫ് ദി സൈഡ് 6 സെൻറ്റിമീറ്റർ. ഇംഗ്ലീഷ് മീഡിയം കൂടി ഒപ്പം വായിക്കാം. വശങ്ങളുടെ എല്ലാം നീളം 6 സെൻറ്റിമീറ്റർ ആയ സമഷഡ്ഭുജത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക. സമഷഡ്ഭുജം എന്താണ് പ്രത്യേകത, എല്ലാ വശവും തുല്യമായിരിക്കും.
അപ്പോൾ ഞാൻ തൽക്കാലം സമഷഡ്ഭുജം റഫായിട്ട് വരയ്ക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ചിത്രം വരച്ചതിന് ശേഷം ചെയ്തു തുടങ്ങാം. 3, 4, 5, 6. സമഷഡ്ഭുജത്തിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ വശവും തുല്യമായിരിക്കും. അപ്പോൾ എല്ലാ വശവും എത്ര സെൻറ്റിമീറ്ററാണ്? 6 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഒരു സമഷഡ്ഭുജമാണ്. അപ്പോൾ ഇതിനെ ഓരോ മൂലകളും കോണോട് കോൺ യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് എത്ര ത്രികോണങ്ങൾ കിട്ടി? 6 ത്രികോണങ്ങൾ കിട്ടി. ഇതിലെ 6 ത്രികോണം എന്തായിരിക്കും? സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിലെ ഈ ഒരു ത്രികോണത്തിൻ്റെ ഏരിയ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് 6 ഗുണിച്ച് കഴിഞ്ഞാൽ എന്തായി? ഇവിടെ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6. 6 ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഏരിയ കണ്ടെത്തിയിട്ട് എല്ലാതും 6 എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹെക്സഗണിൻ്റെ എന്ത് കിട്ടും? ഏരിയ കിട്ടും. ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏരിയ ഓഫ് 1 ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഒരു സമഭുജ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്താണ് ഇക്വേഷൻ? √3/4a². മറക്കരുത്, ഒരു വശമാണെങ്കിൽ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ √3/4 × r². ആറിൻ്റെ സ്ക്വയർ 36. അപ്പോൾ √3/4 × 36. 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ 36 ഉണ്ട്. എത്രയാണ്? 9 × 4 36. 1 = √3 × 9 എന്ന് കിട്ടി. ഇത് അതേപോലെ അവിടെ നിർത്തുക. എന്ത് ചെയ്യുക? ഒരെണ്ണത്തിൻ്റെയാണ് √3 × 9. അപ്പോൾ 6 എണ്ണത്തിൻ്റെ കണ്ടുപിടിക്കുന്ന എന്ത് ചെയ്താൽ മതി? 6 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ സമഷഡ്ഭുജത്തിൻ്റെ പരപ്പളവ്. അപ്പോൾ ഇക്വേഷൻ എന്ത് ചെയ്യുക? ഈ 6 ഒരെണ്ണത്തിൻ്റെ ഏരിയ ആയിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 6 × 9 × √3. ഇനി 6 × 9 6 9 54 √3ൻ്റെ വാല്യൂ എത്രയാണ്? 1.732. ഇനി ഗുണിച്ച് നോക്കാം. അപ്പോൾ 1.732 ഗുണിക്കണം 54. 2 4 8 3 4 12 1 7 4 28 1 29 2 5 4 1 4 4 4 2 6 പ്ലസ് 2 × 5 10 ബാക്കി 1 7 5 5 2 10 3 5 15 15 1 16 6 ബാക്കി 1 7 5 35 1 36 6 ബാക്കി 3 ഒരു 5 5 5 3 5 3 8. ഇനി കൂട്ടി വെക്കുക. 8 2 9 6 15 ബാക്കി 1 12 13 1 9. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 93,528 എന്ന് കിട്ടി. ഇവിടെ എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്? 3 സ്ഥാനം. അപ്പോൾ 3 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ട്. അപ്പോൾ നമുക്ക് ഉത്തരം വന്ന് 93.528 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഈ റെഗുലർ ഹെക്സഗണിൻ്റെ എന്തെന്ന് പറഞ്ഞാൽ പരപ്പളവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഞാൻ അതിൽ നിന്ന് വായിക്കാം. ചോദ്യം എന്താണ്? ഉയരം 12 സെൻറ്റിമീറ്റർ ആയ സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവും പരപ്പളവും കണക്കാക്കുക. ഇനി എന്താണ് പറഞ്ഞത്? കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദി ഈക്വൽ ട്രയാങ്കിൾ വിത്ത് ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ. മലയാളം മീഡിയം ആണ് എങ്കിൽ ഉയരം 12 സെൻറ്റിമീറ്റർ ആയ സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവും പരപ്പളവും കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരു ജസ്റ്റ് ആദ്യം എന്ത് ചെയ്യാം? റഫായിട്ട് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഞാൻ എന്ത് ചെയ്തു? വരച്ചു. അതിൻ്റെ ഹൈറ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 12 ആണ്.
12 സെൻറ്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ എന്ത് മാത്രമേ അറിയുള്ളൂ? ഹൈറ്റ് മാത്രമാണ് അറിയുക. അപ്പോൾ ഹൈറ്റ് മാത്രമാണ് അറിയുന്നത് എങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ ഒരു വശങ്ങൾ, ഈ ട്രയാങ്കിൾ എന്ത് കണ്ടുപിടിക്കണം? വശം കണ്ടെത്തണം. അപ്പോൾ വശം കണ്ടെത്താൻ ഉള്ള ഇക്വേഷനാണ് ഹൈറ്റ് എത്രയെന്ന് അറിയുക? 12 സെൻറ്റിമീറ്റർ. ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് മാത്രമേ അറിയുള്ളൂ എങ്കിൽ വശം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് h=√3/2 × a. ഇതാണ് ഹൈറ്റ് മാത്രം അറിഞ്ഞാൽ വശം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പം ഞാൻ എന്ത് ചെയ്തു? √3/2 × a = ഹൈറ്റ് എത്രയാണ്? 12. ബൈ ഈക്വലിൻ്റെ അപ്പുറത്തെ ക്യൂം എന്തായി? മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ √3 × a = 12 × 2. √3 = 12 × 2 24. ഇനി എന്ത് ചെയ്യുക? √3 × a ആണ്. നമുക്ക് a അല്ല കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു √3 ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായി? ബൈ ആയി. അപ്പോൾ 24/√3. 25/√3. a = 24/√3. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ √3 കളയണം. അപ്പോൾ കളയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 24/√3 ഇൻറ്റു √3 ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ചെയ്യുക. അപ്പോൾ 24 × √3 24 ഇൻറ്റു √3 ബൈ √3 × √3 3 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഇനി എന്ത് ചെയ്യുക? 24നെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 1 3 3 8 24. അപ്പോൾ നമുക്ക് a കിട്ടി. a എത്രയാണ്? 8√3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ഈക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡും എത്രയാണ്? 8√3 ആണ്. സംശയമില്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. ഓരോ വശവും നമുക്ക് കിട്ടി 8√3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇനി ഇത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പെരിമീറ്ററും അതുപോലെ തന്നെ ഏരിയയും കണ്ടുപിടിക്കാൻ. അപ്പോൾ പെരിമീറ്റർ അഥവാ ചുറ്റളവ് കണ്ടുപിടിക്കണം. ഈക്വൽ ട്രയാങ്കിൾ അല്ലേ? 3 സൈഡ് 3 × a പറഞ്ഞാൽ എന്താണ്? ഒരു വശം. അപ്പോൾ 3 × 8 × √3. 3 × 8 24 ഇൻറ്റു √3ൻ്റെ വാല്യൂ എത്രയാണ്? 1.732. അപ്പോൾ ഗുണിച്ച് നോക്കാം. 1.732 ഗുണിക്കണം 24. 2 4 8 3 4 12 1 7 4 28 29 9 ബാക്കി 2 9 4 4 4ഉം 2ഉം 6 2 2 4 3 2 6 7 21 ബാക്കി 2 2 2 1 3 8 6 15 7 8 6 1 4 4 3 4 12. ഇനി 2 7 14 14. ഇനി 6ഉം 4ഉം 10 10 1 11 1 ബാക്കി 1 41,568 ആണ് ഉത്തരം വരിക. 41,568. എത്ര സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക? 3 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. അപ്പോൾ ഉത്തരം 41.568 സെൻറ്റിമീറ്റർ എന്ന് വരും. ഇനി ഏരിയ അല്ലെങ്കിൽ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ എന്താണ്? ഒരു സൈഡ് അറിയാമെങ്കിൽ എന്താ പഠിച്ചത്? √3/4 a² = √3/4 ഇൻറ്റു 8 എത്ര കിട്ടിയത്? 8√3² =√3/4 ഇൻറ്റു 8ൻ്റെ സ്ക്വയർ 64 ഇൻറ്റു √3 ഇൻറ്റു √3 3. ഇനി ഇത് പകുതിയാക്കുമ്പോൾ 64 ഹരിക്കണം 4. 64നെ 4 ഹരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര കിട്ടും? 64 ഹരിക്കണം 4 16 എന്ന് കിട്ടും. 64 ഹരിക്കണം 4. ഇനി എന്ത് ചെയ്യുക? 64 16ഉം അതുപോലെ തന്നെ 16ഉം 3ഉം തമ്മിൽ ഗുണിക്കുക. 16 × 3 6 3 18 48 എന്ന് വരും. 48 ഇൻറ്റു √3. ഇനി എന്ത് ചെയ്യുക? √3ൻ്റെ വാല്യൂ കൊടുക്കുക. അപ്പോൾ 48 ഇൻറ്റു 1.732. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ഗുണിച്ച് നോക്കാം. ഇവിടെ ഗുണിക്കാം. 1732 ഇൻറ്റു 48 2 4 8 3 8
24, 2 8 16 8 8 2 8 16 16 6 ബാക്കി 1 3 24 25 5 ബാക്കി 2 7 8 56 56 2 58 8 ബാക്കി 5 5 8 8 8 5 13 പ്ലസ് 2 4 8 12 7 4 28 1 29 1 ഒരു 4 4 1 4 2 6 8 ബാക്കി 2 ഇനി കൂട്ടാം 6 5 8 13 1 8 9 9 2 11 ഇനി 3 3 4 4 9 13 ബാക്കി 1 1 1 2 2 6 8 നമുക്ക് എത്രയും കിട്ടി 83,136. എത്ര സ്ഥാനം കഴിഞ്ഞിട്ട് 3 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ടു. അപ്പോൾ 81,136 ഈ ഈക്വലായിട്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. നമ്മളിപ്പോൾ എത്ര ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? ടോട്ടല് 3 ചോദ്യങ്ങൾ വരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സമാന്തര വശങ്ങൾ തമ്മിലുള്ള അകലം 6 സെൻറ്റിമീറ്റർ ആയ സമഷഡ്ഭുജത്തിൻ്റെ ചുറ്റളവും പരപ്പളവും കണക്കാക്കുക. ഇനി ഇംഗ്ലീഷ് മീഡിയം ആണ് എങ്കിൽ കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ആൻഡ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ്. 4ാമത്തെ ചോദ്യമാണ് കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദി റെഗുലർ ഹെക്സഗൺ വിത്ത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ് ഓഫ് 6 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു റെഗുലർ ഹെക്സഗൺ വരച്ചിട്ടുണ്ട്. ആ റെഗുലർ ഹെക്സഗണിൻ്റെ എന്താ പറഞ്ഞത്? 2 സമാന്തര വരകൾ തമ്മിലുള്ള അകലം. ഇതാണ് 2 സമാന്തര വരകൾ തമ്മിലുള്ള അകലം എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് മൊത്തം 6 ആണെങ്കിൽ എത്രയായിരിക്കും? 3 3. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പാരലൽ ലൈൻ 6 സെൻറ്റി. പെരിമീറ്ററും ഏരിയയും എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പെരിമീറ്ററും അതുപോലെ തന്നെ ഏരിയയും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം 2 അകലങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ ആണെന്നറിയാം. അപ്പോൾ ഇതൊരു ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈക്വലേറ്റർ ട്രയാങ്കിളുടെ എന്തായിരിക്കും? ഇതൊക്കെ ഈക്വലേറ്റർ ട്രയാങ്കിളാണ്. ഹൈറ്റ് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ എങ്ങനെ എഴുതുക? ഹൈറ്റ് ഓഫ് ഈക്വലേറ്റർ ട്രയാങ്കിൾ, ഹൈറ്റ് ഓഫ് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ഈക്വൽ ടു സമഭുജ ത്രികോണത്തിൻ്റെ ഉയരം. എത്രയാണ് ഉയരം? മൊത്തം 6 ആണ്. 6ൻ്റെ പകുതി എടുക്കുക. എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഹൈറ്റ് അറിയാമെങ്കിൽ ഒരു സൈഡ് എങ്ങനെ കണ്ടുപിടിക്കുക? തൊട്ട മുന്നേ ചോദ്യത്തിൽ ചെയ്ത് h ഈക്വൽ ടു √3/4 ഇൻറ്റു a. h ഈക്വൽ ടു √3/4 ഇൻറ്റു a ആണ്. 3/2 ഇൻറ്റു a. ഇനി എന്ത് ചെയ്യുക? h എത്രയെന്നറിയാം? 3 ഈക്വൽ ടു √3 ഇൻറ്റു a ബൈ 2 ഇടണ്ട്. ഇനി എന്ത് ചെയ്യുക? ഇൻറ്റു ബൈ 2 ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി? ഇൻറ്റു. അപ്പോൾ 3 ഇൻറ്റു 2 6 സമം √3 ഇൻറ്റു a. ഇനി ഇൻറ്റു √3 ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി? ബൈ ആയി. അപ്പോൾ നമുക്ക് എഴുതാം 6/√3 ഈക്വൽ ടു a. ഇനി എന്ത് ചെയ്യണം? 3ഉം 2ഉം തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 6. അപ്പോൾ 2 ഇൻറ്റു 3 6 6/√3. അത് നമുക്ക് ഈ √3 എന്ത് ചെയ്യണം? കളയണം. ആ √3 കളയാൻ വേണ്ടിയിട്ട് ഈ √3 മുകളിലും താഴെയും എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ആ റൂട്ട് പോവും. അപ്പോൾ 6/√3 ഇൻറ്റു √3/√3 ഈക്വൽ ടു a. ഇനി ബാക്കി ഇവിടെ ചെയ്യാം. ഇനി 6 ഇൻറ്റു √3 √3/3. 6 ഇൻറ്റു √3 6 √3 ബൈ √3 ഇൻറ്റു √3 3. 6 ഇൻറ്റു √3/3 ഈക്വൽ ടു a.
6/3 2 3 6. അപ്പോൾ 2√3 ഈക്വൽ ടു A. അപ്പോൾ നമുക്ക് ഒരു വശം കിട്ടി. ഒരു വശം എത്രയാണ്? 2√3 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഇനി നമുക്ക് ഈ ഓരോ സൈഡും എത്രയായി? 2√3 ആയി. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ഏരിയ ഈക്വൽ ടു ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് സമം √3/4 A സ്ക്വയർ. A എത്രയാണ്? 2√3. √3/4 ഇൻറ്റു 2√3 സ്ക്വയർ. √3/4 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ 4 ഇൻറ്റു √3 3. എന്ത് ചെയ്യുക? ഈ 4 ക്യാൻസലായി. ബാക്കി എത്രയാണ്? 3√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത് ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഏരിയ കിട്ടി. ഒരെണ്ണത്തിൻ്റെ ഏരിയയാണ് 3√3. അപ്പോൾ മൊത്തം കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ എന്ത് ചെയ്യുക? ഇതിന് എത്ര മൾട്ടിപ്ലൈ ചെയ്യുക? 6 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ സമഭുജ ത്രികോണത്തിൻ്റെ പരപ്പളവ് ഈക്വൽ ടു 6 ഇൻറ്റു 3√3. 6 3 18. 18 ഇൻറ്റു 1.732 അടിയിൽ എഴുതാം. ഈക്വൽ ടു 18 ഇൻറ്റു 1.732. രണ്ട് തമ്മിൽ ഗുണിച്ച് നോക്കാം. നമുക്ക് ഇവിടെ ഗുണിക്കാം. 1.732 ഗുണിക്കണം 18. 2 8 16. ബാക്കി 1 3 1 25. 2 7 56. 56 2 58. ബാക്കി 5 1 8 8 5 13 പ്ലസ് 2 3 7 1 6. 5 2 7 8 3 11. ബാക്കി 1 7 3 10 1 11. ബാക്കി 1 1 2 3. 31,176. അപ്പോൾ ഉത്തരം കിട്ടി 31,176. 3 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട്. അപ്പോൾ നമുക്ക് ഏരിയ കിട്ടി 31,101.7 ഇതിൻ്റെ എന്ത് ഏരിയ എന്ന് പറഞ്ഞാൽ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ചുറ്റളവ്. ഇനി നമുക്കതിൽ ചുറ്റളവാണ് കണ്ടുപിടിക്കണത് ഹെക്സഗണിൻ്റെ. അപ്പോൾ 6 ഇൻറ്റു A എഴുതി. 6 ഇൻറ്റു നേരത്തെ നമ്മൾ ഒരു സൈഡ് നമുക്ക് ഈ ചിത്രത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ എത്രയാണ്? 2√3 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊടുക്കുക 6 ഇൻറ്റു 2√3. 6 2 12 ഇൻറ്റു √3. √3ൻ്റെ വാല്യൂ നമുക്കറിയാം 1.732. അപ്പോൾ ആദ്യം 1732 12 തമ്മിൽ ഗുണിച്ചപ്പോൾ നമുക്ക് 20,784 ഉത്തരം കിട്ടി. എന്ത് ചെയ്യുക? 3 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്. 3 സ്ഥാനം കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് പോയിന്റ് ഇട്ട്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി 20.784 സെൻറ്റിമീറ്റർ. ഇതാണ് 4ാം ചോദ്യത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ. ചോദ്യത്തിൽ നമുക്ക് എന്തൊക്കെ അറിയാം? 3 സൈഡുകൾ അറിയാം. ആ 3 സൈഡുകൾ വരുന്ന ഒരു ട്രയാങ്കിൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? വരയ്ക്കാം. ഇതാണ് ആ ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ വശം 8 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ. നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഉയരം കണ്ടെത്തണം. അപ്പോൾ ഇത് മൊത്തം 8 ആണെങ്കിൽ ഇത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ്. കണ്ടാ? ഇവിടെ രണ്ടും റൈറ്റ് ട്രയാങ്കിളാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക? ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ഹൈപ്പോട്ന്യൂസിൻ്റെ സ്ക്വയർ മൈനസ് ബേസിൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഹൈപ്പോട്ന്യൂസ് കിട്ടി. അപ്പോൾ ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ന്യൂസ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ എന്ന് കിട്ടി.
ഈക്വൽ ടു കാരണം എത്രയാണ് 6² മൈനസ് 4² പകുതി. നമ്മൾ ഈ ഈക്വലായിട്ട് ട്രയാങ്കിൾ മാത്രമേ എടുക്കും, ഇതിൻ്റെ പകുതിയായിട്ടുള്ള റൈറ്റ് ട്രയാങ്കിൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഈക്വൽ ടു 6ൻ്റെ സ്ക്വയർ 36 മൈനസ് 16. 36 16 പോയി കഴിഞ്ഞാൽ 20. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടിയത് ലംബം സ്ക്വയർ അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് 20. അപ്പോൾ നമുക്ക് ലംബം അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് മാത്രം മതി. അപ്പോൾ സ്ക്വയർ ഈക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ ഉണ്ടാവുക റൂട്ട്. അപ്പോൾ റൂട്ട് 20 എന്ന് കിട്ടി. റൂട്ട് 20 നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും 4 × 5 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈക്വൽ ടു റൂട്ട് ഓഫ് 4 × 5 ഈക്വൽ ടു റൂട്ട് 4 എത്രയാണ് റൂട്ട് 4 2 × റൂട്ട് 5 അതുപോലെ എഴുതി. അപ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടി, ഉയരം അഥവാ ഹൈറ്റ് കിട്ടി. ഓൾട്ടിറ്റ്യൂഡാണ് എന്തെന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഈക്വൽ ടു 2 √ 5 സെൻറ്റിമീറ്റർ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് അറിയാം, ബേസും അറിയാം, ഹൈറ്റും അറിയാം, ബേസും അറിയാമെങ്കിൽ ഏതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ 1/2 × b × h. അപ്പോൾ നമുക്ക് എഴുതാം ഏരിയ ഈക്വൽ ടു പരപ്പളവ് സമം 1/2 × b × h. b എത്രയാണ് 8. 1/2 × 8 × ഹൈറ്റ് എത്രയാണ് 2 √ 5 ഈക്വൽ ടു 1 8. ഈ രണ്ടും വിട്ട് കളഞ്ഞു, ബാക്കി എത്ര ഉണ്ടാവുക 1 × 8 8 √5 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് 5ാമത്തെ ചോദ്യത്തിലെ ത്രികോണത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് ഈ ഭാഗത്തെ അവസാനത്തെ ചോദ്യമാണ്. ചില ത്രികോണങ്ങളുടെ വശങ്ങളുടെ നീളം ചുവടെ പറഞ്ഞിരിക്കുന്നു, ഓരോന്നിൻ്റെയും പരപ്പളവ് കണക്കാക്കുക. ഇംഗ്ലീഷ് മീഡിയം നോക്കാം. For each of the set of 3 lengths given below, calculate the area of the triangle with these as the length of the sides. അപ്പോൾ 3 അളവുകൾ തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കുക ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 6ാം ചോദ്യത്തിലേക്ക് കടക്കാം. അതിൽ 3 വശങ്ങൾ തന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും വീതം എന്ത് ചെയ്യാം. അപ്പോൾ 6ാമത്തേൽ ഒന്നാമത്തേത് ഏതൊക്കെയാണ് 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് ഇക്വേഷൻ നമുക്കറിയാം S ഈക്വൽ ടു 1/2 × a + b + c. അപ്പോൾ a എത്രയാണ് 4, b 5, c 7. അപ്പോൾ ഈക്വൽ ടു 1/2 × 4 + 5 + 7 ഈക്വൽ ടു 12/2 16/2 8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക ഇക്വേഷനിൽ കൊടുക്കുക ഏരിയ ഈക്വൽ ടു റൂട്ട് ഓഫ് s × s × s - a × s - b × s - c. s എത്രയാണ് 8 ഈക്വൽ ടു റൂട്ട് ഓഫ് 8 × 8 - 4 × 8 - 5 × 8 - 7 ഈക്വൽ ടു റൂട്ട് ഓഫ് 8 × 8 - 4 4 × 8 - 5 3 × 8 - 7 1 ഈക്വൽ ടു 8 4 32 32 × 6 96 √96 നേടി. അപ്പോൾ √96 നമ്മൾ ഇങ്ങനെ മാറ്റിയിടണം, ഒരെണ്ണം റൂട്ടുള്ളതും ഒരെണ്ണം റൂട്ടില്ലാത്തതും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതുക ഈക്വൽ ടു റൂട്ട് 16 × 6 എന്ന് എഴുതാം. √16 എത്രയാണ് 4. അപ്പോൾ 4 × √6 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം ഇതിൻ്റെ ഏരിയ 4 √6 എന്നായി. അപ്പോൾ അത് എന്ത് ചെയ്യുക ഈ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ഈക്വൽ ടു 4 × √6. √6 എങ്ങനെ എഴുതുക ഈക്വൽ ടു റൂട്ട് ഓഫ് 2 × 3 ആണ് 6 ഈക്വൽ ടു 4 × √2 × √3 4 × √2 × √3. അപ്പം ഞാൻ എന്ത് ചെയ്യുക വാല്യൂ കൊടുക്കുക 4 ×
4 ഇൻറ്റു √3 വാല്യൂ 1.732. അപ്പോൾ എന്ത് ചെയ്യും, ഗുണിക്കുമ്പോൾ 2 സ്ഥാനമൊക്കെ അവരെടുത്താലും മതി. അപ്പോൾ 4 ഇൻറ്റു 1.41 ഇൻറ്റു 1.73. എന്ത് ചെയ്യുക, നമ്മൾ ഗുണിച്ചതിന് ശേഷം 4 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 141 ഗുണിക്കണം 173. 4 3 12. 4 3 12 2 ബാക്കി 1. 1 3 3 1 4. 7 7 4 78 4 7 28. 4 78 8 ബാക്കി 2. 1 7 7 8 9. 1 1 1 4 1 3 2 2 9. 8 1 9. 13 ബാക്കി 1. ഇനി 1 1 1 1 4 4. 9 1 10. 10 4 14. 4 ബാക്കി 1 1 1 2. അപ്പോൾ 24,393 ആണെന്ന് രണ്ടും തമ്മിൽ ഗുണിച്ചപ്പോൾ കിട്ടുക. എന്ത് ചെയ്യുക, ഈക്വൽ ടു 4 ഇൻറ്റു 24,393. ഇനി 1 2 3 4 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക. 1 2 3 4 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക. രണ്ടും തമ്മിൽ ഗുണിക്കുക. 24,393 ഗുണിക്കണം 4. 4 3 12 2 ബാക്കി 1. 9 4 36 1 37 7 ബാക്കി 3. 4 4 16. 16 19. 16 3 4 12 1 3 4 12. 12 15 ബാക്കി 1. 4 16 1 17 ബാക്കി 1. 2 4 8 1 9. നമുക്ക് ഉത്തരം കിട്ടുക 97,572. 4 സ്ഥാനം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, പോയിന്റ് ഇടുക. അപ്പോൾ 9.7572 ആയിരിക്കും എന്ത് ഏരിയ എന്ന് പറഞ്ഞാൽ. 2 സ്ഥാനം വരെയൊക്കെ എഴുതിയാലും മതി ഉത്തരം. ഇനി ആറാമത്തേലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ അളവുകൾ ഏതൊക്കെയാണ്? അളവുകൾ നമുക്ക് എഴുതാം. അളവുകൾ ഏതൊക്കെ വരുന്നത്? 4 സെൻറ്റിമീറ്റർ, 13 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ആദ്യം S ഈക്വൽ ടു 1/2 ഇൻറ്റു A പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 1/2 ഇൻറ്റു 4 പ്ലസ് 13 പ്ലസ് 15. ഇനി 3 തമ്മിൽ കൂട്ടിയതിന് ശേഷം എന്ത് പകുതി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ 3 തമ്മിൽ കൂട്ടിക്കഴിഞ്ഞ് 4 പ്ലസ് 13 പ്ലസ് 15 32/2. 32ൻ്റെ പകുതി എത്രയാണ്? 16. അപ്പോൾ എസ് കിട്ടി. ഇനി ഏരിയ ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ഈക്വൽ ടു റൂട്ട് ഓഫ് 16 ഇൻറ്റു 16 മൈനസ് 4 ഇൻറ്റു 16 മൈനസ് 13 ഇൻറ്റു 16 മൈനസ് 15 ഈക്വൽ ടു റൂട്ട് ഓഫ് 16 ഇൻറ്റു 16 മൈനസ് 4 12. 16 13 പോയി കഴിഞ്ഞാൽ 3 ഇൻറ്റു 1 ഈക്വൽ ടു റൂട്ട് ഓഫ് ഈ 16 ഇതുപോലെ എഴുതി. ഇനി 12 ഇൻറ്റു 3 36. 36 ഇൻറ്റു 1 36 ഈക്വൽ ടു റൂട്ട് 16 എത്രയാണ്? റൂട്ട് 16 ഇൻറ്റു റൂട്ട് 36 സെപ്പറേറ്റ് ചെയ്ത്. അപ്പോൾ റൂട്ട് 16 പറഞ്ഞ 4 ഇൻറ്റു റൂട്ട് 36 എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ 6 4 24 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിലെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറഞ്ഞാൽ. ഇനി മൂന്നാമത്തെ ചോദ്യം 5 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ, 13 സെൻറ്റിമീറ്റർ. എസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 1/2 ഇൻറ്റു 5 പ്ലസ് 12 പ്ലസ് 13. 5ഉം 12ഉം 13ഉം തമ്മിൽ കൂട്ടുക. ശേഷം എന്തെടുക്കുക? പകുതി എടുക്കുക. അപ്പോൾ 5 പ്ലസ് 12 12ഉം 13ഉം 30. 30/2. 30ൻ്റെ പകുതി എത്രയാണ്?
15. അപ്പോൾ എസ് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ഈക്വൽ ടു റൂട്ട് ഓഫ് 15 ഇൻറ്റു 15 മൈനസ് 5 ഇൻറ്റു 15 മൈനസ് 12 ഇൻറ്റു 15 മൈനസ് 13 സമം റൂട്ട് ഓഫ് 15 ഇൻറ്റു 15 എന്ത് പോയി 5 പോയി കഴിഞ്ഞാൽ 10 15 മൈനസ് 12 3 ഇൻറ്റു 2 ഈക്വൽ ടു റൂട്ട് ഓഫ് 15 ഇൻറ്റു 3 15 ഇൻറ്റു 3 15 ഇൻറ്റു 15 ഇൻറ്റു 10 150 150 ഇൻറ്റു 3 0 3 5 ബാക്കി 1 4 4 ഇൻറ്റു 2 450ൻ്റെ ഇരട്ടി എത്രയാണ്? 900. അപ്പോൾ റൂട്ട് 900 ഇതിൻ്റെ സ്ക്വയറാ 30ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ഏരിയ കിട്ടി 30 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ 5ാമത്തെ പാഠത്തിലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ചോദ്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്റർ ആയിരിക്കും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.